അനങ്ങാതെ കിടന്നവനെ എഴുന്നേപ്പിച്ച് നടത്തി. ഇത്തരം ആൾക്കാരെയൊക്കെ ഒന്ന് ആശുപത്രിയിലേക്കൊക്കെ ഒന്ന് കൊണ്ടുവന്നാൽ ഞങ്ങളുടെയൊക്കെ ജോലി പോയി കിട്ടും. കാരണം ഏറ്റവും വലിയ കോടീശ്വരനായ ഡ്രൈവർ, ഷൂമാക്കർ ഉൾപ്പെടെയുള്ള ആൾക്കാർ എന്താ പറയുക, നാടികൾ തളർന്നിങ്ങനെ കിടപ്പുണ്ട്. ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ ജർമ്മനി ചെന്ന് കഴിഞ്ഞാൽ ഒന്ന് പുള്ളി എഴുന്നേറ്റ് ആ സ്വത്തിന്റെ പകുതി കിട്ടത്തില്ലേ? പിന്നെ ഇതുമായിട്ടൊക്കെ ഇരിക്കേണ്ട കാര്യമുണ്ടോ? ജീവിതം അടിച്ചുപൊളി ജീവിച്ചോളൂ. ഇത് ഉടായിപ്പാണെന്നുള്ളത് ഒരല്പം ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതി നൽകി അദ്ദേഹത്തെ വർഷങ്ങളോളം വേട്ടയാടിയ സരിതയ്ക്കെതിരെ ഒരു കേസ് എടുക്കണമെന്ന് വീണയ്ക്ക് തോന്നിയിട്ടില്ലേ? നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതിയാണെന്ന് പറഞ്ഞ ആ പെൺകുട്ടിക്കെതിരെ കേസെടുക്കണമെന്ന് ഒരു ഫെമിനിസ്റ്റെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? എൽദോസ് കുന്നപ്പള്ളി എന്ന കോൺഗ്രസിൽ തന്നെയുള്ള പ്രഗത്ഭനായ സാമാജികനെ ആ എൽദോസിനെ സപ്പോർട്ട് ചെയ്യാൻ എപ്പോഴെങ്കിലും വീണയ്ക്ക് തോന്നിയിട്ടുണ്ടോ? ഞങ്ങൾ ആണുങ്ങൾ എന്താ രണ്ടാനുമ പെറ്റുണ്ടായതാണോ? ഞങ്ങൾക്ക് ഈ നാട്ടിൽ അവകാശമില്ലേ? ഞങ്ങൾക്കെതിരെ ഒരു വ്യാജ കേസ് വന്നാൽ നിങ്ങൾ ഏതെങ്കിലും സ്ത്രീപക്ഷവാദികൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? കോടതി അനുകൂലിച്ചാലെങ്കിലും ഉമ്മൻചാണ്ടി സാറിനെങ്കിലും ആ നീതി കിട്ടിയിട്ടുണ്ടോ? ആ മനുഷ്യൻ, അതായത് ജാതിഭേദ മത രാഷ്ട്രീയ ഭേദമന്യേ കേരളം കണ്ട ഏറ്റവും വലിയ മുഖ്യമന്ത്രിക്ക് നേരെ പോലും അത്ര വലിയ വേട്ടയാടൽ നടന്നിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീപക്ഷവാദികൾ ഉമ്മൻചാണ്ടിയെ സപ്പോർട്ട് ചെയ്തോ? എന്താ കാര്യം? ഇവിടെ ആണുങ്ങളെ ആർക്കും വേണ്ട. ഞങ്ങളുടെ പുറത്ത് കുതിര കയറുന്നതാണ് ഇവിടെ പുരോഗമനം. പുരുഷ വിരോധമാണ് പുരോഗമനമെന്ന് തെറ്റിദ്ധരിക്കുന്ന ഈ ലിബറൽ ഫെമിനിസ്റ്റ് വാദഗതിയാണ് അപകടം. റൈറ്റ് കൺസർവേറ്റീവ് പറയുന്നത് നമുക്ക് സമത്വം വേണം, നമ്മുടെ ഇടയിൽ സൗഹാർദ്ദം വേണം. ആലോചിക്കുക, ഉമ്മൻചാണ്ടി സാറിന് നീതി കൊടുക്കാൻ കഴിയാത്ത ഈ നാട്ടിൽ സാധാരണ